everyone, welcome back to Success Academy's YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Our first word is apportioning. It means divide up and share out. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഏൽപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മളതിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഡിവൈഡ് അപ്പ് ആൻഡ് ഷെയർ ഔട്ട്. അപ്പോൾ സിനോണിം എന്തായിരിക്കും? അലോക്കേറ്റ് ചെയ്യുക ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നമ്മൾ ഡിവൈഡ് ചെയ്യാതെ നമ്മൾ കൊടുക്കാതിരിക്കുന്ന ഒരു മീനിങ്ങിലായിരിക്കും ആൻറ്റോണിം വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ ഡിനേ ആൻഡ് withhold. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ വോട്ടിംഗ് പവർ വിൽ ബി അപ്പോർഷൻഡ് അക്കോർഡിംഗ് ടു കോൺട്രിബ്യൂഷൻ. അതായത് കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് വോട്ടിംഗ് പവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ verb. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് pummel. It means strike repeatedly with the fist. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന റെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സിനോണിംസ് നോക്കുകയാണെങ്കിൽ പൗണ്ട് ആൻഡ് റെയിൻ ബ്ലോസ് ഓൺ. ആൻറ്റോണിം നോക്കുകയാണെങ്കിലോ നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ്ലി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ സിനോണിമിൽ പറഞ്ഞത് അല്ലെങ്കിൽ മീനിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, സറണ്ടർ ചെയ്യുന്നൊരു മീനിങ് ആയിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ സറണ്ടർ. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഹീ ഫെൽറ്റ് ലൈക്ക് എ ബോക്സർ ഹു ഹാഡ് ബീൻ പ്യുമൽഡ് mercilessly against the റോബ്സ്. അതായത് റോബ്സിനകത്ത് അദ്ദേഹത്തിനെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ വീണ്ടും 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 എന്ത് ചെയ്യുക? സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ verb. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് presumably. It means used to convey that what is asserted is very likely through not known for certain. അതായത് നമുക്ക് ഉറപ്പില്ല, പക്ഷെ നമ്മൾ വിചാരിക്കുക, നമ്മൾ അനുമാനിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ സിനോണിംസ് എന്താണ്? ഐ അസ്യൂം ആൻഡ് ഐ എക്സ്പെക്ട്. ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ആ ഒരു മീനിങ് ആണ് സിനോണിമിൽ വരുന്നത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നടക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒട്ടും തന്നെ നടക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ വിചാരിക്കാത്ത കാര്യം, വിചാരിക്കാത്ത രീതിയിൽ സംഭവിക്കുക എന്നൊക്കെയായിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ ഇൻക്രെഡിബ്ലി ആൻഡ് ഇമ്പോസിബിളി. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഇറ്റ് വാസ് നോട്ട് യെറ്റ് 10 o'clock so presumably the boys were still at the pub. 10 മണി ആവാത്തതുകൊണ്ട് തന്നെ ബോയ്സ് പബ്ബിലായിരിക്കുന്നവർ അനുമാനിക്കുകയാണ് അല്ലെങ്കിൽ അസ്യൂം ചെയ്യുകയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ verb. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് topple. It means overbalance or cause to overbalance and fall. അതായത് ഓവർബാലൻസ് കാരണം നമ്മൾ വീണ് പോകുന്ന ഒരു അവസ്ഥ, പെട്ടെന്ന് വീണ് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഫോൾ എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിലോ ഫോൾ ആൻഡ് ടംബിൾ. ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, റൈസ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആയിരിക്കും. റൈസ് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം റൈസ്. ഇനി സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഷീ ടോപ്പിൾ ഓവർ വെൻ ഐ ടച്ച്ഡ് ഹെർ. അതായത് ഞാൻ അവരെ തൊട്ടപ്പോൾ തന്നെ എന്തായി? അവർ വീണു പോയി എന്നാണ് മീൻ ചെയ്യുന്നത്. ബാലൻസ് ഇല്ലാതെ അവർ വീണു പോയി എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ verb. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് stagnated. It means of water or rain cease to flow or move become stagnant. അതായത് നമ്മൾ നിശ്ചലമായി പോവുക എന്ന് പറയില്ല, അനഗാതെ നിന്ന് പോകുന്ന ആ ഒരു അവസ്ഥ, നിശ്ചലമായി പോവുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ഫ്ലോയിങ് ആൻഡ് സ്റ്റാൻഡ്. അതായത് ഫ്ലോ ചെയ്യാതെ നിശ്ചലമായി പോകുന്ന ഒരവസ്ഥ, വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ പെയറിൻ്റെ കാര്യമാണെങ്കിലോ എന്താണെങ്കിലും സ്റ്റാഗ്നൻ്റ് ആയിട്ട്, അതായത് നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ആൻറ്റോണിമിൽ മീൻ ചെയ്യും. അപ്പോൾ ആൻറ്റോണിമസ് ഫ്ലോ. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ദ കൺട്രീസ് എക്കണോമി ഹാസ് സ്റ്റാഗ്നേറ്റഡ് ഫോർ എ ഡിക്കേഡ്. ഒരു ഡിക്കേഡോളമായിട്ട് കൺട്രിയുടെ എക്കണോമി എന്താണ്? നിശ്ചലമായിരിക്കുകയാണ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ verb. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് chalk. It means ill a space
സോ ആസ് ടു മേക്ക് മൂവ്മെൻറ്റ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഫില്ലായിട്ട് സ്പേസ് മൊത്തത്തിൽ ഫില്ലായിട്ട് മൂവ്മെൻ്റ് ഒന്നും നടക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ ഡിഫിക്കൽട്ട് ആക്കുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കുന്ന ഒരവസ്ഥ. ഒരുപാട് സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചു കൂടിയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സിനോണിംസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ആൻഡ് ഒബ്സ്ട്രക്റ്റ്, രണ്ടും ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ലൂസൺ അപ്പ്. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ദ റോഡ്സ് വർ ചോക്ഡ് വിത്ത് ട്രാഫിക്, അതായത് ട്രാഫിക് കാരണം റോഡ്സ് മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ആയിരിക്കുകയാണെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെർബ്. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. It is littering. It means make a space or area untidy with rubbish or a large number of objects left lying about. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കച്ചറ ആയിട്ടുള്ള സാധനങ്ങളെന്ന് പറയില്ലേ, അതായത് മോശമായിട്ടുള്ള സാധനങ്ങൾ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അൺടൈഡി ആക്കി ഇരിക്കുക, അതായത് ഗാർബേജ് കാരണമൊക്കെ അൺടൈഡി ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്ലീൻ അല്ലാത്ത ഒരവസ്ഥ. സിനോണിംസ് നോക്കുകയാണെങ്കിൽ മേക്ക് അൺടൈഡി ആൻഡ് മെസ്സപ്പ്. ഏതെങ്കിലും ഒരു സ്ഥലം മെസ്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗാർബേജ് ഒക്കെ കാരണം ക്ലീൻ അല്ലാത്ത ആ ഒരു അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ക്ലീൻ അപ്പ്, ക്ലീൻ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് നീറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ക്ലോത്ത്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ലിറ്റേർഡ് ദ ഫ്ലോർ, അതായത് ക്ലോത്ത്സും ന്യൂസ് പേപ്പറൊക്കെ കാരണം ആ സ്പേസ് ഭയങ്കര അൺടൈഡി ആയിട്ട് ഇരിക്കുകയാണെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലോർ വളരെയധികം അൺടൈഡി ആയിട്ട് ഇരിക്കുകയാണെന്നാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെർബ്. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് wrangling. It means have a long complicated dispute or argument. അതായത് വളരെ വലിയൊരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ വളരെ വലിയൊരു കോറലൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു കോറൽ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സിനോണിംസ് നോക്കുകയാണെങ്കിൽ ആർഗ്യൂ ആൻഡ് കോറൽ, അല്ലെങ്കിൽ ആൻറ്റോണിം ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, ആർഗ്യൂം കോറലൊന്നും ഇല്ലാതെ എഗ്രി, രണ്ടുപേരും എഗ്രി ചെയ്ത് പീസായിട്ട് കാമായിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും ആൻറ്റോണിമിൽ വരിക. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ദ ബ്യൂറോക്രാറ്റ്സ് കണ്ടിന്യൂ റാംഗ്ലിംഗ് ഓവർ ദ ഫൈൻ പ്രിൻറ്റ്. ഫൈൻ പ്രിൻറ്റിൻ്റെ പേരിൽ ബ്യൂറോക്രാറ്റ്സ് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കോറൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടയിൽ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെർബ്. അപ്പോൾ ഇന്നത്തെ വേർഡ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്